4 പേരുടെ ജീവൻ രക്ഷിക്കാനായതിന്റെ സന്തോഷത്തിലാണ് മട്ടന്നൂർ പഴശ്ശിയിലെ സരീഷ്. 20 അടിയോളം താഴ്ചയുള്ള കനാലിലേക്ക് മറിഞ്ഞ കാറിൽ നിന്ന് അതിസാഹസികമായാണ് യാത്രക്കാരെ രക്ഷിച്ചത്. ഓടിക്കൂടിയവരെല്ലാം തങ്ങളുടെ മൊബൈലിൽ ദൃശ്യങ്ങൾ പകർത്താൻ തിടുക്കം കൂട്ടിയപ്പോഴാണ് സരീഷ് തന്റെ ജീവൻ പോലും പണയം വെച്ച് തനിക്ക് യാതൊരു പരിചയവുമില്ലാത്ത യാത്രക്കാരെ രക്ഷിക്കാൻ മുന്നിട്ടിറങ്ങിയത്. മട്ടന്നൂർ ടൌണിന് സമീപത്താണ് കഴിഞ്ഞ ദിവസം പേരാവൂർ പെരുമ്പുന്ന സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാർ 20 അടി താഴ്ചയിലേക്ക് മറിഞ്ഞത്. ബഹളം കേട്ട് ഓടിക്കൂടിയവരെല്ലാം റോഡരികിൽ നിന്ന് ഒച്ചവയ്ക്കുകയും ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്താൻ ശ്രമിക്കുകയുമാണ് ചെയ്തത്. എന്ത് കണ്ടാലും അത് മൊബൈലിൽ പകർത്തി വാട്സപ്പിലും ഫേസ്ബുക്കിലും പോസ്റ്റ് ചെയ്ത് ലൈക്കും കമന്റും വാങ്ങാനുള്ള പുതിയ തലമുറയുടെ ആവേശമാണ് ഇവിടെയും കാണാനായത്. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തനാവുകയാണ് മട്ടന്നൂർ പഴശ്ശി സ്വദേശി സരീഷ്. അപകടമറിഞ്ഞ് അവിടെ എത്തിയ സരീഷ് തന്റെ ജീവൻ പോലും മറന്നാണ് നിലവിളിക്കുന്ന ആ കുടുംബത്തെ രക്ഷിക്കാൻ കനാലിലേക്ക് ഊർന്നിറങ്ങിയത്. അപകടത്തെക്കുറിച്ച് സരീഷിന്റെ തന്നെ വാക്കുകളിലുണ്ട്. ഇവിടെ വർക്കിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇവിടെ അടുത്തൊരു വീട്ടിൽ വന്നതായിരുന്നു. അപ്പോൾ ഇവിടുന്ന് ഒരു സൗണ്ട് കേട്ടിട്ട് ഞാൻ മുറ്റത്ത് ഇറങ്ങി നോക്കിയിട്ട് പിന്നീടൊന്നും കേട്ടില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞാലും കുറെ സ്ത്രീകളുടെ കരച്ചിലായിരുന്നു. അപ്പോൾ കരച്ചിൽ കേട്ടിട്ട് ഞാൻ റോഡിലേക്ക് ഇറങ്ങുന്ന സമയത്ത് കുറെ വണ്ടിയുണ്ട്, വാഹനങ്ങൾ ഇവിടെ നിർത്തിയിട്ടുണ്ട്, കുറെ ആൾക്കാരുണ്ട്. അപ്പൊ ഞാൻ അവിടെ നിന്ന് നേരെ ഓടിയിട്ട് വന്ന സമയത്ത് ഇവിടെയൊക്കെ നിരന്ന ആള് നിൽക്കുന്നുണ്ട്, മൊബൈൽ പിടിച്ച് നിൽക്കുന്നുണ്ട്, ഇങ്ങനെ വീഡിയോ പറത്തുന്നു. അപ്പൊ താഴേക്ക് നോക്കുമ്പോൾ കാർ ഇങ്ങനെ താഴേക്ക് പോയിട്ട് കണ്ടത്. അതിൽ നിന്ന് കുറെ സ്ത്രീകളൊക്കെ ഇങ്ങനെ നിലവിലിട്ട് കരയുന്നു, രക്ഷിക്കണമെന്നായിട്ട് കരയുന്നു. അപ്പോൾ ഞാൻ ഒന്നും നോക്കാതെ ഞാൻ താഴേക്ക് ഇറങ്ങി അതിനുണ്ടായിരുന്ന 2 കുട്ടികളെ എടുത്തിട്ട് മുകളിലേക്ക് എത്തിച്ചു കൊടുത്തു. പിന്നെ അതിന്റെ ഡ്രൈവറും 2 സ്ത്രീയും പുറത്തിറങ്ങിയിരുന്നു. പക്ഷെ അതിനുള്ളിൽ ഒരാള് കുടുങ്ങി കിടക്കുന്നുണ്ടായിരുന്നു. തലകീഴായി മറിഞ്ഞ് മരത്തിൽ തങ്ങി നിൽക്കുന്ന കാറിൽ നിന്ന് ഏറെ പണിപ്പെട്ടാണ് സരീഷ് കാറിലുണ്ടായിരുന്നവരെ രക്ഷിച്ചത്. സരീഷിന്റെ രക്ഷാപ്രവർത്തനം കണ്ടുനിന്നവരിൽ ചിലരും സഹായികളായി. അപകടത്തിൽപ്പെട്ട കാർ കനാലിലെ മരക്കുറ്റിയിൽ തങ്ങി നിന്നതുകൊണ്ട് മാത്രമാണ് വൻ ദുരന്തം ഒഴിവായതെന്ന് സരീഷ് പറയുന്നു. ഇവിടെ ആ മരത്തിന് കെട്ടിയിട്ടാണ് നിന്നത്. മരമില്ലെങ്കിൽ താഴേക്ക് ഒരു 10-15 അടി താഴ്ച കനാലാണ്. പിന്നെ അവർ ജീവൻ തന്നെ നഷ്ടപ്പെടുമായിരുന്നു താഴേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ. അലൂമിനിയം ഫാബ്രിക്കേഷൻ തൊഴിലാളിയാണ് സരീഷ്. അപകടമുണ്ടാകുമ്പോൾ രക്ഷിക്കാൻ ശ്രമിക്കാതെ ദൃശ്യം മൊബൈലിൽ പകർത്തുന്നവരെ കുറിച്ച് പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ടെങ്കിലും അത് നേരിൽ കണ്ടപ്പോഴാണ് ഈ തലമുറയുടെ പരിതാപകരമായ അവസ്ഥയെക്കുറിച്ച് താൻ ചിന്തിച്ചതെന്നും സരീഷ് പറയുന്നു. സരീഷിന്റെ ധീരമായ പ്രവർത്തനത്തിന് നാട്ടുകാരും മട്ടന്നൂർ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥനും അഭിനന്ദനങ്ങളുമായി എത്തി. നമ്മുടെ സമൂഹത്തിൽ ഇത്തരം വാർത്തകൾ നന്നായിട്ട് പ്രചരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇന്നത്തെ സമൂഹത്തിലെ ഇന്നത്തെ യുവാക്കൾ, ന്യൂ ജനറേഷൻ എന്ന് പറയുന്നത് മൊബൈൽ ഫോണൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കാര്യമായിട്ട് ഒരു പ്രവൃത്തിയില്ലാതെ ഇതുപോലുള്ള പാതാറിലൊക്കെ ഇരുന്നിട്ട് സമയം കഴിയുമ്പോൾ ഒരു രക്ഷാപ്രവർത്തനം നടത്തുക എന്ന് പറയുന്നത് അത് പോലീസുകാരായിക്കോട്ടെ, ഫയർഫോഴ്സ് ആയിക്കോട്ടെ, അതേപോലെ എല്ലാവർക്കും അവർക്കൊക്കെ ഉദ്യോഗസ്ഥ തലത്തിലുള്ള അധികാരങ്ങളുള്ളപ്പോൾ തന്നെ എല്ലാ മനുഷ്യനും ഓരോ ജീവിയും രക്ഷിക്കാനുള്ള അധികാരമുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള മനസ്സുണ്ടാവണം എന്നുള്ളൊരു നമുക്കൊരു പ്രതീക്ഷകൾ തരുന്ന രീതിയിലൊരു യുവ സമൂഹത്തെയാണ് നമ്മൾ സൈഡിലൂടെ കാണുന്നത്. അപകടകരമായ ഇത്തരം സന്ദർഭങ്ങളിൽ സരീഷിനെ പോലെ ഒരുപാട് സരീഷ്മാർ ഉണ്ടാകട്ടെ എന്ന് നമുക്കും ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ന്യൂസ് ബ്യൂറോ, കൂത്തുപറമ്പ്.